ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് എഗ് ആൻഡ് ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കണേന്ന് നോക്കാം. ഇത് നമ്മുടെ തട്ടുകടയിലൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു ഡിഷാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലത്തെ ഗ്രീൻ പീസ് വെച്ച് മസാല ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം നമ്മൾ 1 kg ഗ്രീൻ പീസ് നന്നാക്കി എടുത്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയ്ക്കാണ്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വെള്ളം വാരാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 2 മീഡിയം സൈസ് അണിയൻസ് നല്ലതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ 1 മീഡിയം ടൊമാറ്റോ അതിങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ലതുപോലെ ചതച്ചെടുക്കുക. പിന്നെ 1½ ടേബിൾ സ്പൂൺ ക്രഷ് ഗാർലിക് അല്ലെങ്കിൽ 1½ പോട്ട് ഗാർലിക്. പിന്നെ കൊറിയാൻഡർ ലീവ്സ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. 2 ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും. പിന്നെ എഗ്ഗ്, ഞാനിവിടെ 4 eggs ആണ് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ സോൾട്ടും അതർ സ്പൈസസും. നമുക്ക് ആദ്യം തന്നെ ഈ ഗ്രീൻ പീസ് ബോയിൽ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് വേവിക്കാൻ ആവശ്യമുള്ള വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം തന്നെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നതിലേക്കും യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് ഒരു 1 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കാൻ വെക്കുന്നത്. പല ഗ്രീൻ പീസിനും പല വേവ് ഉണ്ടാവുക. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് 1 വിസിലാവുമ്പോഴേക്കും നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് തുറന്ന് നോക്കാം. ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഇത് ഡയറക്റ്റായിട്ട് നമുക്കിങ്ങനെ വേവിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ പീസൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നിങ്ങൾ ഡ്രൈ ഗ്രീൻ പീസാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് തലേദിവസം വെള്ളത്തിലിട്ട് വെക്കേണ്ടി വരും. ഇനി നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ഈ വെള്ളം തന്നെയാണ് നമ്മൾ ഈ കറി ആക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള അണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു നുള്ളു സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറി ലീവ്സ്, ഞാനിവിടെ 2 തണ്ട് കറി ലീവ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ഗ്രീൻ ചില്ലി. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മുരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി മുരിയിച്ചെടുക്കുക. നമ്മുടെ മസാല നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ടൊമാറ്റോസ് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്.
ഒരു 3 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ടൊമാറ്റോസൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പീസ് വേവിച്ചെടുത്ത വെള്ളമാണിത്. ഇതിൻ്റെ കൂടെ ഒരു 1½ കപ്പ് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് അടച്ചു വെച്ചിട്ടാണ് ഇനി കുക്ക് ചെയ്യാൻ പോകുന്നത്. ഗ്രീൻ പീസിലേക്ക് നല്ലതുപോലെ മസാലയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസ് മസാല നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ പീസ് മസാല വിത്ത് എഗ്. ഇത് ബട്ടൂരയുടെ കൂടെ ഭയങ്കര ടേസ്റ്റാ. നമ്മൾക്ക് ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. Delicious. എല്ലാവർക്കും ഞങ്ങളുടെ പീസ് മസാല വിത്ത് എഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ. എല്ലാവർക്കും ഈ സിമ്പിൾ പീസ് മസാല ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. Bangkista idi manam.